കേരളത്തിൻ്റെ പത്തനംതിട്ട താലൂക്കിൽ നിന്ന് നീലഗിരിയിൽ ഗൂഡല്ലൂർ എന്നുള്ള സ്ഥലത്ത് കഴിഞ്ഞ 72 വർഷത്തിന് മുമ്പായി താമസമാക്കി. പഠിച്ചതൊക്കെ അവിടെയാണ്. തമിഴ്നാട് സർക്കാരിൽ 68 ജോലി ലഭിച്ചു. 3 വർഷം ജോലി ചെയ്തതിന് ശേഷം ബിസിനസ്സിൽ പോയി ഊട്ടി പട്ടണത്തിൽ. ആ സമയത്ത് 76 വിവാഹിതനായി. 2 വർഷം മക്കളുണ്ടാകാൻ സാധ്യതകളൊന്നും കണ്ടില്ല. ട്രീറ്റ്മെൻറ്റ് എടുത്തപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് മേജർ കംപ്ലൈൻ്റ് എന്ന് കണ്ടു. ആണ്ടം വിരിയുന്നില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റിനെ നോക്കി. കൃപയാൽ ട്രീറ്റ്മെൻറ്റ് 2 വർഷം ഞങ്ങൾ ചെയ്തെങ്കിലും ഫലമൊന്നും ഉണ്ടായില്ല. അപ്പോഴും ഞാൻ ബിസിനസ്സിൽ ഊട്ടി പട്ടണത്തിലെ ബിസിനസ്സിലായിരുന്നു. അങ്ങനെ കൃപയാൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും കൊച്ചിലെ മുതൽ രക്ഷിക്കപ്പെട്ട മാതാപിതാക്കളാൽ വളർത്തപ്പെട്ടു. രക്ഷയുടെ അനുഭവത്തിൽ തന്നെ കൊച്ചിലെ മുതൽ വളർന്നു. അതുകൊണ്ട് കൊച്ചുപ്രായം മുതൽ കർത്താവിൻ്റെ വേലയുടെ പങ്കാളിയാകുവാൻ കർത്താവ് സഹായിച്ചു. അന്നും ഗവൺമെൻറ് സർവീസിലുള്ളപ്പോഴും കർത്താവിൻ്റെ വേല ചെയ്യും. ബിസിനസ്സിലുള്ളപ്പോഴും കർത്താവിൻ്റെ വേലയുടെ പങ്കാളിയായിരുന്നു. അങ്ങനെ ഉപവസിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഒന്ന് കറക്റ്റ് ചെയ്യുന്നത് ഫിലിപ്പിയർ 3-ാമധ്യായം. അങ്ങനെ കർത്താവിൻ്റെ വയൽ പ്രദേശത്ത് പ്രവർത്തിച്ചുകൊണ്ട് ബിസിനസ്സും ചെയ്തപ്പോൾ ബിസിനസ് ഊട്ടിയിൽ നിന്ന് ഗൂഡല്ലൂരിൽ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവ് അനേകരെ എൻ്റെ വേലയ്ക്ക് അയക്കും, തന്നെയാണ് എനിക്ക് ആവശ്യം, ലോകബന്ധം വിട്ട് പുറത്തു വാന്ന് പറഞ്ഞു. അങ്ങനെ കൃപയാൽ 81 ബിസിനസ് ക്ലോസ് ചെയ്ത് കർത്താവിൻ്റെ വേലയ്ക്കിറങ്ങി. സഭകൾ സ്ഥാപിക്കണം എന്നുള്ള ചിന്ത കൊണ്ടല്ല, ചില കൃഷിസ്ഥലമുണ്ട്, കൃഷി ചെയ്യുക, കർത്താവിൻ്റെ വേല ചെയ്യുക എന്നുള്ള നിലപാടിൽ ഗൂഡല്ലൂരിൽ പാസ്സായെന്ന് കേൾപ്പാനിടയായി. ഇനി പാസ്സാകേണ്ട ആ വഴി വന്നാൽ നിങ്ങൾക്കെല്ലാം എൻ്റെ വീട്ടിൽ താമസിക്കാം. അങ്ങനെ വേല തുടങ്ങി. കർത്താവ് ആ സമയത്ത് പറഞ്ഞു, നിന്നെ ഞാൻ യെരുശലേമിലും യഹൂദയിലും ശമര്യയിലും ഭൂമിയിലറ്റത്തോളം സാക്ഷിയാക്കുമെന്ന്. അതിൻ്റെ അർത്ഥമൊന്നും അറിയത്തില്ലായിരുന്നെന്ന്. 82 തന്നെ ചില ആത്മാക്കളെ ദൈവം തന്നു. പൗലോസ് പറഞ്ഞ പോലെ ജാതികളുടെ ഇടയിലെ പ്രവർത്തനമാണ്. കൃപയാൽ ചിലർ സ്നാനപ്പെട്ടു. നിർബന്ധമായി സഭ സ്ഥാപിക്കേണ്ടതായ അവസ്ഥയുണ്ടായി. കാരണം പാവപ്പെട്ട ജനങ്ങൾ രക്ഷിക്കപ്പെട്ടു വന്നപ്പോൾ അവരെ ഉൾക്കൊള്ളുവാൻ മെയിൻ ലൈൻ ചർച്ചസ് തയ്യാറായില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ സഭ സ്ഥാപിച്ചു. 87 90 തമിഴ്നാട് സർക്കാരിൻ്റെ നിയമപ്രകാരം, ഇന്ത്യൻ നിയമപ്രകാരം സൊസൈറ്റി ആക്റ്റിൽ രജിസ്റ്റർ ചെയ്തു. സൊസൈറ്റി ആക്റ്റിൽ രജിസ്റ്റർ ചെയ്യാനുള്ള കാരണം ഇന്നെല്ലാം ട്രസ്റ്റാണ്. ട്രസ്റ്റ് ആയി കഴിയുമ്പോൾ ഞാനായി, എൻ്റെ മക്കളായി, എൻ്റെ ഭാര്യയായി. എന്നാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതികളാൽ ഭരിക്കപ്പെടുന്ന ഭരണ സംവിധാനം എന്നുള്ള നിലയിൽ ക്രമീകരിക്കാൻ കർത്താവ് സഹായിച്ചു. അതുകൊണ്ട് ദൈവവേലയ്ക്ക് ആരെങ്കിലും പൈസ തന്നെങ്കിൽ ഞാൻ തന്നെ പൈസ ഏതെങ്കിലും സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ ദൈവവേലയ്ക്ക് ചിലവാക്കിയാൽ എൻ്റെ തലമുറയ്ക്ക് അവകാശമില്ലാത്ത നിലയിൽ ഭരണഘടന രൂപീകരിച്ചു. ഇന്ന് ആ നിലയിൽ 18 സ്ഥലത്ത് ഞങ്ങൾക്ക് സ്വന്തം ബിൽഡിങ്സ് ഉണ്ട്, കെട്ടിടങ്ങളും സ്ഥലങ്ങളുണ്ട്. കോടികളുടെ ആസ്തികളാണ്. ഇതെല്ലാം ഈ സൊസൈറ്റിയുടെ പേരിലാണ്. അത് കഴിഞ്ഞിട്ട് ഇന്ന് ദേവദാസൻ ഓർപ്പിച്ച പോലെ 33 സ്ഥലത്ത് പുതിയ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ കർത്താവ് ഇടയാക്കി. അങ്ങനെ കൃപയാൽ 23 പ്രാവശ്യം വിദേശയാത്ര ചെയ്തിട്ടുണ്ട്. ഇപ്രാവശ്യം അമേരിക്കയ്ക്ക് പോകാൻ ദൈവം വഴിയൊരുക്കി. എൻ്റെ മോന് അമേരിക്കയിൽ ജോലി കിട്ടി 23. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വരുന്ന വഴിക്ക് ഈ പ്രിയ വാത്സല്യ സഹോദരൻ ബൈജു 2005 ബഹ്റിനിൽ വെച്ച് ഞങ്ങൾ പരിചയപ്പെടി ഒന്നിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്താണ്. ഞങ്ങളുടെ ബന്ധത്തിലാണ് ഇവിടെ വന്നത്. പിന്നെ മനോജ് എന്നൊരു സഹോദരനും ദുബായ് വെച്ച് 18 വർഷത്തിന് മുമ്പ് പരിചയപ്പെട്ടാണ്. കഴിഞ്ഞ ബുധനാഴ്ച വൈകിട്ട് ഇവിടെ വന്നു. നാളെ കർത്താവിന് വെച്ചാൽ ഇവിടെ നിന്ന് കോഴിക്കോട്ടേക്ക് പോവുകയാണ്. നിങ്ങളെ കണ്ടതിലും പരിചയപ്പെട്ടതിലും ദൈവദാസൻ്റെ സ്നേഹങ്ങൾക്ക്
പങ്കാളിത്തം വെച്ചതിൽ അതിയായി നന്ദിയുണ്ട്. അതുകൊണ്ട് ഇനി ശുശ്രൂഷയിൽ കടന്നു പോകാം. അതിനിടയിൽ ചില കാര്യങ്ങൾ നിങ്ങളോട് ഓർപ്പിക്കാം. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് എടുക്കാം ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം മുതൽ 14-ാം വാക്യം വരെയാണ് നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി ദൈവാത്മാവിൽ പ്രേരിതമായിരിക്കുന്നത്. അതിൻ്റെ 10-ാം വാക്യം നമുക്ക് 10ഉം 11ഉം വാക്യം നമുക്ക് ആദ്യം ഒന്ന് വായിക്കാം. വേദവാക്യം വായിച്ച് സഹായിക്കാൻ കർത്താവിൽ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യാണ്. എങ്കിലും ഞാനായിരിക്കുന്നത് ദൈവകൃപയാലാകുന്നു. പ്രൈസ് ഗോഡ്. ഇവിടെ പൗലോസ് പറയാണ്, സ്വതം അവനിൽ ഇരിക്കേണ്ടതിനും അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും 11-ാം വാക്യം അവൻ്റെ കഷ്ടപ്പാടുകളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ലവിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ഛേദമെന്നുള്ളുന്നു. 7 കാര്യം ഈ 2 വാക്യത്തിൽ അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞത് ഓർപ്പിക്കാൻ കർത്താവിൽ ശ്രമമാണ്. ഒന്നാമത്, പൗലോസിൻ്റെ ചിന്ത അവനിൽ ഒന്ന് ഇരിക്കണം, യേശു ക്രിസ്തുവിൽ ഒന്ന് ഇരിക്കണം. അതേ വാക്യത്തിൻ്റെ അടുത്ത ഭാഗം പറയുന്നുണ്ട്, അവനെയും യേശുവിനെയും. അപ്പം എന്തിനാണ് യേശുവിൽ ഇരിക്കേണ്ടത്? യേശുവിൽ ഇരുന്നാൽ എന്താ സംഭവം? ഒരു സ്ഥാനത്ത് നമ്മളൊന്ന് ഇരുന്നെങ്കിലേ നമുക്കൊന്ന് സ്റ്റഡി ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓടിപ്പോയാൽ നമുക്കൊന്നും അതിനെ മനസ്സിലാക്കാൻ കഴിയത്തില്ല. ഇരുന്ന് കഴിയുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ എന്ത് ചിന്തിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ എവിടെ എത്തിയോ ആ നിലയിലെക്കുറിച്ച് നമ്മൾ ചിന്തിപ്പാൻ കഴിയും. അപ്പോൾ പൗലോസിൻ്റെ ഇവിടുത്തെ ചിന്ത യേശു ക്രിസ്തുവിലൊന്ന് ഇരിക്കണം. അത് 2ാമത്തെ പാർട്ടായിട്ട് പറയുന്നു, അവനെയും എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൽ ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് വ്യക്തമായി അറിയാനുള്ള അറിവ് എനിക്ക് ലഭിക്കും. പ്രൈസ് ഗോഡ്. ഇപ്പോൾ നിങ്ങളൊക്കെ പറയാം, ഞങ്ങൾ യേശു ക്രിസ്തുവിനെ അറിഞ്ഞവരാണ്, ഞങ്ങൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതാണ്. 100% ശരിയാണ്. പക്ഷേ യേശു ക്രിസ്തുവിനെ അറിയേണ്ടതുപോലെ അറിയുവാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല എങ്കിൽ ഇന്ന് ഈ സായനവേളയിൽ നമുക്കൊന്നിച്ച് ഈ വചനത്തോടുകൂടി ക്രിസ്തുവിനെ അറിയുന്ന അറിവിലേക്ക് കടന്നു വരുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു. എന്താണ് യേശുവിനെ അറിയുക എന്ന് പറഞ്ഞാൽ, യേശുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപമാകുന്ന നിലയിലുള്ള ക്രമീകരണം ജീവിതത്തിൽ വരുത്തുക. ഒരു മനുഷ്യൻ എത്രമാത്രം നല്ലവനായി ജീവിച്ചാലും, അല്ലെങ്കിൽ അവൻ എത്രമാത്രം ത്യാഗങ്ങൾ ചെയ്താലും, നിത്യതയിൽ പോകണമെന്നുണ്ടെങ്കിൽ നിത്യതയ്ക്ക് ഒരുക്കിയിരിക്കുന്ന പാതയിൽ നാം നിന്നേ മതിയാവും. പ്രൈസ് ഗോഡ്. പ്രസംഗിച്ചാലും, സഭാശുശ്രൂഷകൾ നടത്തിയാലും, വർഷിപ്പ് ലീഡറായാലും, സാധാരണ സഭയുടെ അംഗമായാലും, നിത്യതയ്ക്ക് ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ എല്ലാവർക്കും ഒരേ തുല്യമാണ്. പ്രൈസ് ഗോഡ്. ഇവിടെ പറയാണ്, സ്തോത്രം, എനിക്ക് അവനിലൊന്ന് ഇരിക്കണം. എന്തിനാണ് അവനിൽ ഇരിക്കേണ്ടത്? അവനെക്കുറിച്ചൊന്ന് അറിയണം, യേശുവിനെ കുറിച്ചൊന്ന് അറിയണം. പ്രൈസ് ഗോഡ്. നിങ്ങൾക്കൊക്കെ അറിവുണ്ടാകാം. എനിക്കും യേശുവിനെ കുറിച്ച് അറിവുണ്ടായിരുന്നു. എൻ്റെ മാതാപിതാക്കൾ ആത്മീയരായിരുന്നു, മർത്തോമാ സഭയിലായിരുന്നു. അവർ അപ്പച്ചന് 44 വയസ്സും അമ്മയ്ക്ക് 37-ാമത്തെ വയസ്സിലും ഒരാണും 3 സഹോദരി പെൺമക്കളുണ്ടെങ്കിലും ഒരാണ് ജനിപ്പാൻ അവർ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു. അതിനുശേഷമാണ് ഞാൻ ഉണ്ടാകുന്നത്. അങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ അവന് ശമൂവേൽ എന്ന് പേരിടാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് എനിക്ക് ശമൂവേൽ എന്നും പേരിട്ടത്. അപ്പോൾ യേശുവിനെ കുറിച്ചുള്ള അറിവുണ്ട്, പാരമ്പര്യമായിട്ട് അറിവുണ്ട്, നല്ല കാര്യമാണ്. പക്ഷേ ഉള്ളതുപോലെ യേശുവിനെ അറിഞ്ഞിട്ടുണ്ടോ? ഇവിടെ ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ക്രിസ്തുവേശുവിലെ ഭാവം തന്നെ നിങ്ങളിലുണ്ടായിരിക്കട്ടെ. അപ്പൊ ക്രിസ്തുവേശുവിലെ ഭാവം നമ്മളിൽ വരണമെന്നുണ്ടെങ്കിൽ നാം ക്രിസ്തുവിൽ ഒന്ന് ഇരിക്കണം. പ്രൈസ് ഗോഡ്. വചനം വായിച്ചു പോയാലും, വചനം ധ്യാനിച്ചാൽ അതിൻ്റെ പ്രവർത്തനം ഉണ്ടാകും. വായിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വായിച്ചു പോകുന്നു എന്നുള്ളതാണ്. എന്നാൽ ധ്യാനിച്ചാൽ നമുക്ക് ക്രമീകരണങ്ങൾ വരുത്താൻ കഴിയും. കാരണം ദൈവത്തിൻ്റെ വചനം എബ്രായർ 4-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ പറയുമ്പോൾ അത് ഇരുവായ്ത്തിലുള്ള ഏത് വാളിനേക്കാളും
സകല സന്ധിമജ്ജകളെയും വേർപെടുത്തി ചെല്ലുന്നത് വരെ തുളച്ചു ചെല്ലുന്നതുമായിരിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ വചനം വായിക്കുന്നത് മാത്രമല്ല, ധ്യാനത്തിന് വേണ്ടി സമയമെടുക്കുമ്പോൾ ദൈവവചനം ഏതർത്ഥത്തിൽ എഴുതിയോ ആ അർത്ഥത്തിൽ യേശുവിന്റെ വചനത്തെ മനസ്സിലാക്കാൻ കഴിയുന്നത് യേശുവിനെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. 1 തെസ്സലോനിക്കരുടെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ തെസ്സലോനിക്ക വിശ്വാസികളോട് പറയാണ്, പ്ലീസ് അതൊന്ന് വായിച്ചു തന്നാട്ടെ. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു. മനുഷ്യന്റെ വചനമായിട്ട് മനുഷ്യന്റെ വചനമുണ്ട്, പക്ഷെങ്കിൽ നിങ്ങൾ കേട്ടത് ദൈവത്തിന്റെ വചനം. അതാ സാക്ഷാൽ ദൈവത്തിന്റെ വചനമായിട്ട് അവരത് കേട്ടു. ഹല്ലേലൂയ. 1-ാം അധ്യായത്തിൽ തെസ്സലോനിക്ക സഭയുടെ വിശേഷ ഗുണങ്ങളെ കുറിച്ച് ധാരാളം പറയുന്നുണ്ട്. എന്നാൽ ആ പറച്ചിലെല്ലാം പറഞ്ഞതിന് ശേഷം പറയുകയാണ് സ്തോത്രം, അതിന്റെ 1-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് സത്യത്തിലേക്ക് വന്നു. മാത്രമല്ല പറയാണ്, ഞങ്ങൾ പ്രസംഗിച്ചത് നിങ്ങൾ കേട്ടു. ഏത് ആത്മാവിൽ ഞങ്ങൾ പ്രസംഗിച്ചോ അതേ ആത്മാവിൽ കേട്ടു. ഇന്നത്തെ വലിയ പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ, പ്രസംഗം ആത്മാവിലായിരിക്കും, പ്രസംഗം കേട്ട് കഴിയുമ്പോൾ അതിൽ മാനുഷികമായ ചിന്തകളെ പ്ലസ് പോയിന്റ് ആയിട്ട് ഇടുവാൻ തുടങ്ങും. അവിടെ എല്ലാം പരാജയമാണ്. ഏത് സഭയായാലും ശരി, ദൈവജനത്തിന്റെ അക്ഷരത്തോടെ വള്ളിയോ പുള്ളിയോ മാറ്റുവാനോ കൂട്ടുവാനോ കുറയ്ക്കുവാനോ ഒരു ദൈവദാസനും അവകാശമില്ല. ഏത് നിലയിൽ വചനം എഴുതിയോ ആ നിലയിലെ അനുസരിപ്പാൻ മനുഷ്യനെ ദൈവം നിയമിച്ചാക്കിയിരിക്കുന്നു. അതിന് വിരുദ്ധമായി നിൽപ്പാൻ അവകാശമില്ല. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു. പ്രൈസ് ഗോഡ്. അപ്പം വചനം എന്ന് പറയുന്നതാണ് യേശുവാണ്. വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അതേ സമയത്ത് അവൻ കൃപയും സത്യവും നിറഞ്ഞവനായി അവൻ നമ്മൾ മധ്യത്തിൽ ജഡത്തിൽ വെളിപ്പെട്ടു. പ്രൈസ് ഗോഡ്. 14-ാം വാക്യത്തില്. അപ്പൊ ഇവിടെ യേശുവിന്റെ വചനം മാറ്റമില്ലാതെ വിശ്വസിപ്പാനും അനുസരിപ്പാനും നമ്മൾ തയ്യാറാകണം. പ്രൈസ് ഗോഡ്. നിങ്ങളെ ആത്മീയ നടത്തിപ്പിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ കയറി വന്നപ്പോൾ ദൈവദാസൻ എൻ്റെ ആദ്യത്തെ പ്രബോധനത്തിൽ തന്നെ വിശുദ്ധിയുടെ പ്രമാണത്തെ താൻ ഊന്നിപ്പറഞ്ഞ് കേട്ടപ്പോൾ എൻ്റെ ഹൃദയത്തിൽ സന്തോഷമാണ് ഉണ്ടായത്. വിശുദ്ധിയുടെ പ്രമാണം വളരെ മുഖ്യമാണ്. അങ്ങനെ അവിയൽ പരിപാടി, അവിയൽ നല്ലതാണ്, ഞാനും അവിയൽ എന്നും കൂട്ടണം താല്പര്യപ്പെടുന്നുണ്ട്. പക്ഷേങ്കിൽ അവിയൽ ദൈവജനത്തിൻ്റെ പ്രമാണത്തിൽ അവിയൽ പറ്റത്തില്ല. ദൈവജനത്തിന്റെ പ്രമാണത്തിൽ മാറ്റം വരുത്തുവാൻ നമുക്ക് അവകാശമില്ല. ശരി, ഇവിടെ പറയാണ്, എനിക്ക് അവനിലൊന്നിരിക്കണം. എന്തിനാണ് ഇരിക്കേണ്ടത്? അവനെ ഒന്നറിയണം. എന്താണ് അറിയേണ്ടത്? ഫിലിപ്പിയർ 2:5 പറയുന്നു, സ്തോത്രം, ക്രിസ്തുയേശുവിലെ ഭാവം എൻ്റെ ജീവിതത്തിൽ ക്രമീകരിപ്പാൻ എനിക്ക് അവനിലൊന്നിരിക്കണം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, സ്തോത്രം, വാസ്തവമായിട്ട് നാം എത്രയോ വർഷത്തെ പാരമ്പര്യ ക്രിസ്തീയ അനുഭവങ്ങളെ പങ്കിടുവാൻ കഴിയുന്നുണ്ടെങ്കിലും ക്രിസ്തുവിൻ്റെ ഭാവം തന്നെയാണോ നമ്മളിലുള്ളത്? പ്രൈസ് ഗോഡ്. ഇല്ല എങ്കിൽ മനുഷ്യനാണ്, ലോകമാണ്, ലോകത്തിൻ്റെ നിലകളിലെ പല വ്യത്യസ്ത അനുഭവങ്ങളെ കടന്നു പോകാം. എന്നാൽ ഇന്ന് അതിനൊരു സ്റ്റെപ്പിലേക്ക് നമുക്ക് നീങ്ങാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്താ ക്രിസ്തുവിന്റെ ഭാഗം? ആ ഫിലിപ്പിയർ 2-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം തൊട്ട് പ്ലീസ് ഒന്ന് ദയവായിട്ടൊന്ന് വായിച്ചു തന്നാട്ടെ. ഇനി നിർത്തുക. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു. എന്ന് പറഞ്ഞാൽ ആകാശവും ഭൂമിയും സൃഷ്ടിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ എൽ എലോഹി എന്ന് നാമകരണം ചെയ്യപ്പെട്ടവൻ, പിതാവിനോടുകൂടെ സകല സൃഷ്ടിയും സൃഷ്ടിച്ചവനായ ദൈവം ഇവിടെ പറയാണ്, ദൈവത്തോട് സമതുല്യത്വം ഉണ്ടായിട്ടും അവൻ ദാസരൂപമെടുത്തു. പ്രൈസ് ഗോഡ്. ഇന്ന് ആർക്കാ ഇന്നത് കഴിയുക? അപ്പനെ പോലും അവരുടെ സമ്പാദ്യത്തിലേക്ക് വളർത്തിക്കൊണ്ട് കഴിയുമ്പോൾ അപ്പ എന്തറിയാമെന്ന് ചോദിക്കും. അങ്ങനെ പറഞ്ഞവരെ എനിക്ക് നന്നായിട്ടറിയാം. സ്വോത്രം. ഈ കൊച്ചിലെ തൊട്ട് വളർത്തിയെടുത്ത് കൈ വരുന്നോ കാള് വരുന്നോ നിക്കറ് മേടിച്ചു കൊടുത്തു, പാൻറ് മേടിച്ചു കൊടുത്തു, അപ്പനിടാത്ത നിലയിലുള്ള ഷൂസ് മേടിച്ചു കൊടുത്തു, അപ്പൻ പട്ടിണി കിടന്നാലും നല്ല ആഹാരങ്ങൾ ഉണ്ടാക്കി കൊടുത്തു, ഇതെല്ലാം കൊടുത്ത് വളർത്തി അങ്ങനെ ഹൈ നിലയിലേക്ക് ഉയർത്തി കഴിഞ്ഞപ്പോൾ
അപ്പോൾ അപ്പനെന്നറിയാം. പ്രൈസ് കാണും. അപ്പോൾ സ്തോത്രം, ഇന്നത്തെ കാലം അതാണ്. പ്രൈസ് ഇവിടെ പറയാണ്, അവൻ ദാസരൂപമെടുത്തു. അവൻ തന്നെത്താൻ താഴ്ത്തി, എന്നുവരെ തന്നെത്താൻ താഴ്ത്തി. പ്രൈസ് ലോർഡ്, ക്രൂശിലെ മരണത്തോളം. ഹല്ലേലൂയ. ആർക്ക് പറവാൻ കഴിയും? ഞാൻ രക്ഷിക്കപ്പെട്ട നാൾ മുതൽ ഈ കാലം വരെയും ക്രിസ്തുവിനെ താഴ്മയോട് ഇരിപ്പാൻ എനിക്ക് സാധിച്ചു. പറയാൻ കഴിയുമോ? കൈപൊക്കേണ്ട ആരും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആവേശത്തിൽ കൈപൊക്കി തെറ്റാണെങ്കിൽ ദൈവമാകെ ശിക്ഷാവിധി ഉണ്ടാകും. അത് നിങ്ങൾക്കാർക്ക് വരുവാനല്ല എന്നെ പ്രസംഗിക്കാൻ അയച്ചത്. പ്രൈസ് ഗോഡ്. അപ്പൊ ക്രിസ്തുവിന്റെ ഭാവം എന്താണ്? സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ. ഇന്ന് സംഘടനകളിലും സഭാതലങ്ങളിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എവിടെയാണ്? സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, കസേരകൾക്ക് വേണ്ടിയുള്ള പ്രശ്നം. ഇവിടെ നിന്നും പിന്നെ അങ്ങനെ ഇല്ലാത്തതിനാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നത്. പ്രൈസ് ഗോഡ്. അപ്പൊ ക്രിസ്തുവിലൊന്ന് ഇരിക്കാൻ ഇരിക്കുന്നതിൻ്റെ ആവശ്യം, ഒന്ന്, ക്രിസ്തുവിൻ്റെ സ്വഭാവം എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. രണ്ടാമത്, ക്രിസ്തുവിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞാൽ സ്വത്രം ഒരു മനസ്സലിവിൻ്റെ ഹൃദയമുള്ള വ്യക്തിയായിരുന്നു ക്രിസ്തു. മത്തായി 14 അധ്യായത്തിന്റെ 14 വാക്യം, യേശുവിനെ പ്രസംഗം കേൾക്കുവാൻ ജനങ്ങൾ രാവിലെ മുതൽ അവന്റെ സന്നിധിയിൽ വന്നിരുന്നു കഴിഞ്ഞപ്പോൾ യേശു പറയാണ്, അവരുടെ പ്രസംഗമെല്ലാം കഴിഞ്ഞു, ജനം ക്ഷീണിച്ചു കഴിഞ്ഞപ്പോൾ, പ്ലീസ് 14 വാക്യം ഒന്ന് വായിച്ചാട്ടെ. മത്തായി 14:14. അവരിൽ മനസ്സലിഞ്ഞു, അവരുടെ രോഗികളെ സൗഖ്യമാക്കി. അതെ, മതി. ഇവിടെ പറയാണ്, വലിയ കൂട്ടം ജനത്തെ കണ്ടവൻ മനസ്സലിഞ്ഞു. യേശുവിൻ്റെ മനസ്സലിവ് രണ്ട് നിലയിലാണ്. ഒന്ന്, അവരുടെ ആത്മീയമായ നിലയിൽ മനസ്സലിവുള്ളവൻ. പ്രൈസ് ഗോഡ്. എന്ന് പറഞ്ഞാൽ ആ വ്യക്തി നശിച്ചു പോകരുത്, അവനെ നിത്യതയിൽ എന്നും കൊണ്ടുപോകണം എന്നുള്ള പദ്ധതി യേശുവിൻ്റെത്. ആത്മീയമായ പദ്ധതി മാത്രമല്ല യേശുവിന്, അതിൻ്റെ താഴെ കാണുമ്പോൾ ഇവിടെ ശാരീരികമായ ആവശ്യങ്ങളും നിവർത്തിപ്പാൻ അവൻ മനസ്സലിവുള്ളവനാണ്. ആത്മീയ സ്വോത്രം മാത്രം പറയുന്നല്ല, സ്വോത്രത്തോടുകൂടി ആ വ്യക്തിയുടെ ശാരീരികമായ ആവശ്യമെന്തോ നിറവേറ്റുന്നു. മിഷണറിമാരാണല്ലോ ഇന്ത്യയിലെ മിഷണറി പ്രവർത്തനം ആരംഭിച്ച് അനാഥകൾക്കും വിധവകൾക്കും ഇനി കുഞ്ഞുങ്ങൾക്കും ആശ്രമങ്ങളൊക്കെ സ്ഥാപിച്ചത് ആരായിരുന്നു? ഇന്ത്യയിലെ മിഷണറിമാർ കടന്നു വന്നാണ്. സൂപ്പ് സാൽവേഷൻ എന്നുള്ള പദ്ധതിയിൽ ജനങ്ങളുടെ ആവശ്യങ്ങളിൽ പ്രവർത്തിച്ചത് ഒരു കാലത്ത്. ഇന്ന് ബന്ധക്കോസ് വിഭാഗങ്ങളിൽ ഒരു കാര്യമുണ്ട്, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കും, പക്ഷെങ്കിൽ അനാഥകൾക്കും സാധുക്കളോടുമുള്ള കരുണകൾ വളരെ കുറവാണ്. ഞാനും വളരെ ദുഃഖത്തോടു കൂടിയാണത് ആ കാര്യം സബ്ജക്റ്റ് അവതരിപ്പിക്കുന്നത്. സ്വന്തം മനസ്സലിവ് രണ്ട് നിലയിൽ. ഒന്ന്, അവരുടെ ഭൗതിക ആവശ്യങ്ങളിലുള്ള മനസ്സലിവ്. യേശുവിൻ്റെ സ്വഭാവം ആത്മീയമായ, യേശു വരുന്നുവെന്ന് 1-ാം നൂറ്റാണ്ടിൽ പ്രസംഗിച്ചു കൊണ്ടിരുന്നുവെങ്കിലും യേശു ഇതുവരെയും വന്നില്ല. എന്താണ് യേശു വരാഞ്ഞത്? 2 പത്രോസ് 3-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ വിചാരിക്കുന്ന പോലെ അവന്റെ വരവ് താമസിക്കുന്നില്ല, സകല ജഡവും രക്ഷിക്കപ്പെടണമെന്ന് ഓർത്തുകൊണ്ട് അവന്റെ വരവ് താമസിക്കുന്നു. യേശുവിന്റെ വരവ് താമസിക്കുന്നത് എന്തുകൊണ്ടാണ്? സകല ജഡവും. ഹല്ലേലൂയ. 10 വർഷത്തിന് മുമ്പ് രക്ഷിക്കപ്പെട്ടവർ എത്ര പേരുണ്ട്? കൈപ്പൊക്കണ്ട. അതേ സമയത്ത് 5 വർഷത്തിന് മുമ്പ് രക്ഷിക്കപ്പെട്ടവർ എത്ര പേരുണ്ട്? ഈ കഴിഞ്ഞ വർഷം രക്ഷിക്കപ്പെട്ടവരുണ്ട്. അല്ല, കർത്താവ് ഒരു 15 വർഷത്തിന് വന്നിരുന്നുവെങ്കിൽ നാമും സ്വർഗത്തിൽ പോകാൻ കഴിയുമോ? പറ്റത്തില്ല. നമ്മെ സ്നേഹിച്ചതുകൊണ്ട് തന്നെ ഒരു താമസിച്ചു. അല്ല, നമ്മെ മാത്രമല്ല നമ്മുടെ സമശിഷ്ടങ്ങളെ സ്നേഹിച്ചതുകൊണ്ട് അവന്റെ വരവിനെ അവൻ താമസിപ്പിച്ചു. ഹല്ലേലൂയ. കാരണം അവന്റെ മനസ്സലിവ്. ഇനി ഇവർക്ക് ആഹാരം കൊടുക്കണം. മരുഭൂമിയാണ്, ജനങ്ങൾ പോയി വാങ്ങിക്കഴിക്കട്ടെന്ന ശിഷ്യന്മാരാണ്. യേശുവിനോട് നിങ്ങൾ അവർക്ക് വല്ലതും കൊടുക്കുക, നിങ്ങൾ അവർക്ക് കൊടുക്കുക. പ്രൈസ് ഗോഡ്. അപ്പം ഞങ്ങളുടെ ഒന്നുമില്ല. പ്രൈസ് ഗോഡ്. എന്നാൽ നിങ്ങളുടെ എന്തുണ്ട്? പലപ്പോഴും കർത്താവ് പറയും, നിങ്ങളിൽ എന്തുണ്ട്? വലുതോ ചെറുതോ അല്ല. നിങ്ങൾ ദൈവത്തിന് വേണ്ടി കൊടുക്കുമ്പോൾ, നിങ്ങൾ ഏതെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ, നാം എന്നെയും ചേർത്ത് പറയുന്നു, നമ്മളിൽ എന്തുണ്ട് അതാദ്യം അങ്ങോട്ട് കൊടുക്കുക. ജനങ്ങളെ കൊടുക്കുവാൻ ആഹ്വാനം ചെയ്യുന്നതിന് മുമ്പ് ഞാൻ കൊടുക്കുന്നവനായി മാറുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. ശരി, പോകട്ടെ. ഇവിടെ ഇങ്ങനെ കാണുന്നുണ്ട്,
മനസ്സലിവ്. അവനിലൊന്ന് ഇരുന്നു കഴിഞ്ഞാൽ അവന്റെ മനസ്സലിവിനെ കുറിച്ച് എനിക്കൊന്ന് മനസ്സിലാക്കാൻ കഴിയും. മുല്ലപ്പൂവിൻ്റെ അടിയിൽ കിടക്കും കല്ലിനുമുണ്ടാം സൗരഭ്യം. മുല്ലപ്പൂവ് ഇങ്ങനെ ഏറ്റുകിടക്കുന്ന കല്ലിന് സൗരഭ്യമുണ്ടെങ്കിൽ യേശുവിലൊന്ന് ഇരുന്നു കഴിഞ്ഞാൽ യേശുവിൻ്റെ മനസ്സലിവിനെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും. ഹൃദയകാഠിന്യത്തിൽ നിൽക്കുന്ന വ്യക്തികള് യേശുവിലൊന്ന് ഇരുന്നാൽ, ഹല്ലേലൂയ, അതിനാണ് ഈ ഉപവാസ പ്രാർത്ഥനകളെല്ലാം. ഇവിടൊക്കെ ഉപവാസ പ്രാർത്ഥന, ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, വൈകിട്ടൊന്നും കൂടും. നമ്മുടെ നാട്ടിലേക്ക് എങ്ങനെ? രാവിലെ തൊട്ടേ ഉപവാസ പ്രാർത്ഥന. രാവിലെ തൊട്ടൊന്നും കഴിക്കാതെ ഉപവാസത്തോടിരുന്നും ദൈവദാസന്മാർ ശക്തമായി ശുശ്രൂഷിക്കുന്നു. ഉച്ചയ്ക്ക് ഉടനെ അല്പം മിനിറ്റ് റെസ്റ്റ് കഴിഞ്ഞാൽ എഗെയിൻ ഉപവാസ പ്രാർത്ഥന. അപ്പോൾ ദൈവസന്നിധിയിൽ ഉപവസിക്കാനും പ്രാർത്ഥിപ്പാനും നമുക്ക് സമയങ്ങൾ ലഭിക്കുമ്പോൾ നമ്മളെ തന്നെ നമ്മുടെ ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയിൽ നമ്മെ കാണുവാനും മാത്രമല്ല ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയിൽ നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്താനും കഴിയും. ഉപവാസ പ്രാർത്ഥന വിടുതലിൻ്റെ കാരണം എന്താണ്? മറഞ്ഞു കിടക്കുന്ന പാപങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. മുറുകെ പറ്റുന്ന പാപങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ ദൈവദാസൻ വിശുദ്ധിയെ കുറിച്ച് പറഞ്ഞല്ലോ. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തില് ഇങ്ങനെ കാണുന്നുണ്ട്, ഇവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. പ്രൈസ് ഗോഡ് എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ ശിഷ്യന്മാരായി ഇവർ 12 പേരും വിശുദ്ധീകരിക്കപ്പെട്ടതായിരിക്കണം. ദൈവദാസന് ചിന്തയുണ്ടാകണം, എൻ്റെ സഭാവിഷയങ്ങളും വിശുദ്ധരായിരിക്കണം. പ്രൈസ് ഗോഡ്. അതിന് യേശു എടുത്ത മുഖാന്തരം എന്താ? എന്നെ തന്നെ വിശുദ്ധീകരിക്കണം. ഞാൻ പൊതുവെ പറയുമ്പോൾ കുഞ്ഞുങ്ങൾ മാനസാന്തരപ്പെട്ട് വരുവാൻ, കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോകാതിരിപ്പാൻ ഏക പരിഹാര മാർഗം മാതാപിതാക്കൾ വിശുദ്ധീകരണത്തിൽ ഏൽപ്പിച്ചു കൊടുത്താൽ, എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ സന്തതി നശിച്ചു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ സന്തതി തെറ്റിപ്പോൻ അനുവദിക്കത്തില്ല. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ ലൗകികനല്ലാത്തത് കൊണ്ട് ഇവരും ലൗകികരല്ല. അപ്പൊ ദൈവമക്കൾ ലൗകികനല്ലാതിരിക്കണമെങ്കിൽ അവനിലൊന്നിരിക്കണം. ഏതെങ്കിലും ഫാഷൻ കണ്ടാൽ ഉടനെ ആ ഫാഷൻ്റെ പുറകെ പോവുക. സ്തോത്രം. പിരിയം അടിച്ച് കരി തേച്ചത് ആരെങ്കിലും കണ്ടാൽ ഉടനെ നല്ല മനോഹരമായ പിരിയം, എത്ര ബ്യൂട്ടിഫുള്ളാണ്, ഇത് വടിച്ച് കളഞ്ഞേച്ച് കരി തേക്കുക. നിങ്ങൾ കരിയല്ലായിരിക്കും, നിങ്ങളാരും തേക്കുന്നില്ലായിരിക്കും, സമൂഹം തേക്കുന്നതാണ്. ബ്ലാക്കിഷാക്കുക. ലൗകികരല്ല. നമ്മുടെ വസ്ത്രധാരണത്തിൽ ലൗകിക പാടില്ല. പ്രൈസ് ഗോഡ്. നമ്മുടെ ഭവനത്തിലെ ഏത് ചമയ്ക്കുമ്പോഴും ലൗകികരാകാൻ പാടില്ല. പ്രൈസ് ഗോഡ്. പാസ്റ്റർക്ക് അധികം പൈസ ഇല്ലാഞ്ഞിട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് നിങ്ങൾക്ക് ചോദിക്കാം. പ്രൈസ് ഗോഡ്. പൈസ ഉള്ള വീട്ടിലാണ് ഞാൻ ജനിച്ചത്. ബുദ്ധിമുട്ടുന്ന അപ്പച്ചന് നല്ല കഠിനാധ്വാനി, കൃഷിക്കാരൻ. എൻ്റെ ജ്യേഷ്ഠൻ ഗവൺമെൻറ് ജോലി. പട്ടിണിയും ബുദ്ധിമുട്ടൊന്നും ചെറുപ്പം മുതൽ അറിഞ്ഞില്ല. എന്നാൽ ബിസിനസ് വിട്ട് കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പട്ടിണികളുണ്ടായി. 23 പ്രാവശ്യം വിദേശയാത്ര പ്രസംഗിച്ചെന്ന് പറഞ്ഞില്ലേ? പട്ടിണി കിടന്നതിനെ കുറിച്ച് എവിടെയും പ്രസംഗിച്ചിട്ടില്ല. പ്രൈസ് ഗോഡ്. ബുദ്ധിമുട്ടായ കാലത്തത് പ്രസംഗിച്ചിട്ടില്ല. പ്രൈസ് ഗോഡ്. പ്രസംഗിക്കും, ശുശ്രൂഷയിൽ ലഭിക്കുന്ന കാശ് കർത്താവിൻ്റെ വേലയ്ക്ക് ചിലവാക്കും. പ്രൈസ്. അപ്പോൾ യേശുവിലൊന്നിരിക്കണം. യേശുവിലൊന്നിരുന്ന് കഴിഞ്ഞാൽ യേശുവിൻ്റെ മനസ്സലിവ് നമുക്കുണ്ടാകണം. നമ്മൾ യേശുവിൽ ഇരുന്ന് കഴിഞ്ഞാൽ നാം ലൗകികരല്ലാതിരിപ്പാൻ കഴിയും. ഇന്ന് ലൗകികരായി പോകുന്നതിൻ്റെ കാരണം യേശുവിൽ ഇരിക്കാൻ മനോഭാവമില്ല, യേശുവിനെ അറിയുവാനുള്ള മനോഭാവമില്ല. അല്ല, ഈ പൗലോസിനോടൊന്ന് ചോദിക്കാം, അല്ലയോ പൗലോസേ, താങ്കൾ എന്തുകൊണ്ടാണ് ഇത് ആഗ്രഹിച്ചത്? പ്രൈസ് ഗോഡ്. താൻ ഒന്നുമില്ലാത്തവനായിരുന്നോ? താൻ കഴിവില്ലാത്തവനായിരുന്നോ? അല്ലെങ്കിൽ തനിക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തായിരുന്നോ എന്ന് നമ്മൾ ചോദിച്ചാൽ പൗലോസ് പറയും, ഇതേ ഫിലിപ്പിയർ 3-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം, ഞാൻ ബെന്യാമിൻ ഗോത്രക്കാരൻ, ഗമാലിയലിന്റെ പാദപീഠത്തിൽ പഠിച്ചവൻ. പ്രൈസ് ഗോഡ്. എബ്രായിൽ ജനിച്ച എബ്രായൻ. പ്രൈസ് ഗോഡ്. ഞാൻ ബെന്യാമിൻ ഗോത്രക്കാരൻ, മാത്രമല്ല ഗമാലിയലിന്റെ പാദപീഠത്തിൽ നിന്ന് പഠിച്ചവൻ. അന്നത്തെ ശാസ്ത്രം പറയുന്നത് MA ഉണ്ടായിരുന്നാ പറയുന്നത്. പ്രൈസ് ഗോഡ്. എനിക്ക് ഒരു MA ഇല്ല, 11ാം ക്ലാസ്സേ ഉള്ളൂ. എൻ്റെ തിയോളജിക്കൽ കോളേജ് ഡോക്ടറേറ്റ് ആണ്. അത് എവിടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ KDBS സെമിനാറിലാണ്. നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിച്ചാൽ പറയാം, പരസ്യമായിട്ട് പറയുന്നില്ല. സ്വോത്രം. പൗലോസേ, നീ എവിടെ പഠിച്ചു? ഗമാലിയലിന്റെ പാദപീഠത്തിൽ നിന്ന് പഠിച്ചു. പൗലോസേ, നിനക്ക് എന്താണ് സ്റ്റാറ്റസ്?
എൻ്റെ പിതൃസ്വത്തായി ഞാൻ റോമൻ പൗരനായിരുന്നു. ഓ, അന്നത്തെ കാലത്ത് റോമൻ പൗരൻ എന്ന് പറയുമ്പോൾ അഭിമാനകരമായ ഒരു സ്ഥാനമാണ്. അത് തൻ്റെ ധനത്തിനൊത്തവണ്ണം ധനം കൊടുത്ത് മേടിച്ചതല്ല. ശതാധിപൻ പറയുന്നു, ഞാൻ എൻ്റെ പൊസിഷൻ കൊണ്ടാണ് സമ്പാദിച്ചത്. നിനക്ക് പാരമ്പര്യമായി എങ്ങനെ ലഭിച്ചു? നിന്റെ അപ്പനൊരു റോമൻ പൗരനായിരുന്നല്ലോ. നീ ആരാ പൗലോസ്? ഈ പൗലോസാണ് പറയുന്നത്, എനിക്ക് ക്രിസ്തുവിലൊന്നിരിക്കണം. എനിക്ക് ക്രിസ്തുവിനെ ഒന്ന് അറിയണം. ന്യായപ്രമാണം അറിഞ്ഞവൻ, ന്യായപ്രമാണത്തിന് വേണ്ടി വീറോടെ നിന്നവൻ, ന്യായപ്രമാണത്തെ ശക്തമായി അതിന് വിരോധമായി വന്നവരെ പിടിച്ചുകെട്ടി മഹാവീരൻ്റെ അടുക്കൽ കൊണ്ടുചെല്ലുന്നവന് ദൈവത്തിന് തോന്നി, ഇവനെ പിടിച്ചെങ്കിലേ എൻ്റെ കാര്യം നടക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഈ 12 പേരെ ഞാൻ അഭ്യസിപ്പിച്ച് കൊണ്ടെന്നെങ്കിലും ഇദ്ദേഹത്തെ പിടിച്ചാൽ കുറെ കൂടി എൻ്റെ വേല ചെയ്യുവാൻ കഴിയും. സഹോദരൻ, നിന്നെ പിടിച്ചെങ്കിലേ കർത്താവിൻ്റെ വേല ചെയ്യാൻ കഴിയത്തു. കർത്താവിനറിയാം. അടങ്ങിയിരിക്കരുത്, ഇറങ്ങി വാ. പ്രൈസ് ഗോഡ് എന്ന് പറഞ്ഞാൽ ജോലി വിട്ടേച്ച് വരാൻ ഞാൻ പറയുന്നില്ല. പ്രൈസ് ഗോഡ്, നിന്റെ ജോലിയോടുകൂടി കർത്താവിൻ്റെ വേലയിൽ നിൽക്കുക. നിന്റെ ജോലിയോടുകൂടി ദൈവദാസന്മാർക്ക് സഹായം നിൽക്കുക. വാത്സല്യ സഹോദരി, നിനക്കും ആ പങ്കാളിത്തമുണ്ട്. പുതിയ നിയമസഭയിൽ നമ്മൾ കാണുമ്പോൾ സഹോദരിമാരെ സുവിശേഷ വേലയുടെ പങ്കാളത്തിൽ നിന്ന് തന്നെ ധാരാളം കാണാൻ. യേശുവിൻ്റെ കല്ലറയ്ക്കൽ അതിരാവിലെ കടന്നുപോയത് തന്നെ സഹോദരിമാരായിരുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളിത്തം മനസ്സിലാക്കൂ. ശരി, യേശുവിൽ ഇരിക്കുക, യേശുവിനെ ഒന്നറിയുക. ഓക്കെ, ഞങ്ങളൊരു പ്രാവശ്യം പാസ്റ്റേഴ്സ് സെമിനാർ നടത്താൻ തീരുമാനിച്ച് മദ്രാസിൽ നിന്നൊരു പാസ്റ്ററെ വിളിച്ചു. അപ്പോൾ അദ്ദേഹം ആദ്യം വരാമെന്നൊക്കെ പറഞ്ഞു. ഞാൻ ട്രെയിനിനെ വരത്തുള്ളൂ. ഞാൻ പറഞ്ഞു, ട്രെയിനിൽ കോയമ്പത്തൂർക്ക് ഞങ്ങൾ വണ്ടി വിടാം. ശരിയെന്ന് പറഞ്ഞു. പിറ്റത്തെ ആഴ്ച പുള്ളിയെ വിളിച്ചോ. പുള്ളി ചോദിച്ചു, എത്ര പേര് വരും? ഞാൻ പറഞ്ഞു, പാസ്റ്റർമാർ, ഞങ്ങൾ പാസ്റ്റർമാരും, അത് പാസ്റ്റർമാരും ഒരു 75 പേര് വേണം. 70 പുറത്ത് ധാരാളം പാസ്റ്റർമാരുണ്ട് കൂടുതലും, പക്ഷേ എല്ലാവരും ഞങ്ങളുടെ ഫെലോഷിപ്പിലുള്ളവരേ ഉള്ളൂ. ഓ, അപ്പം അതിനോട് പാസ്റ്റർ, ഞാൻ കുറഞ്ഞ പക്ഷം ഒരു 250 പേരുണ്ടാകാൻ പേശ മുടിയാണ്. 250 പേരുണ്ടെങ്കിലേ പ്രസംഗിക്കത്തുള്ളൂ. നിങ്ങൾ ഈ 3ാമത്തെ തമിഴ് പാട്ടിൻ്റെ ട്രാൻസ്ലേഷൻ പടി എനിക്ക് വലിയ ഞങ്ങളുടെ പാട്ടത് ആ തമിഴ് പാട്ട് ട്രാൻസ്ലേഷൻ വളരെ മനോഹരമായ ഒരു പാട്ടാണ്. അപ്പോൾ ഈ 250 പേരിലാട്ടി പ്രസംഗം വരാതെ എനിക്ക്. ഞാൻ പറഞ്ഞു, വരണ്ടെന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്, സ്വത്രം. നോക്കൂ, ഇതാണെന്ന് മനുഷ്യൻ്റെ ചിന്താഗതി. യേശുവിൻ്റെ ചിന്ത എന്താണ്? അവൻ ഗലീല കടൽ കടന്ന് ഗദർദേശത്ത് പോയി. ഒരു ഭ്രാന്തൻ, ആർക്കും അടക്കുവാൻ കഴിയാത്തവൻ, ആരാലും അവനെ അടക്കുവാൻ കഴിയാത്തവൻ, ചങ്ങലകളെ ബന്ധിച്ച് ആ ചങ്ങലകളെ പൊട്ടിച്ചുകൊണ്ട് സ്വത്രം ശവകൂടീരത്തിൽ ശരീരം ദണ്ഡിപ്പിച്ച് കിടക്കുന്ന ഒരു മനുഷ്യനെ തേടിപ്പോയ യേശു. യേശുവിന്റെ ഭാവം എന്താണ്? ഒരു വ്യക്തിയെ തേടിപ്പോകാം. ഹല്ലേലൂയ, ഒരു വ്യക്തിയെ തേടിപ്പോകാം. നേരത്തെ ആ സഹോദരി സാക്ഷി പറഞ്ഞപ്പോൾ സന്തോഷമായി. ദൈവദാസൻ്റെ കെയർസ്, ദൈവദാസൻ്റെ മനോഭാവം, പ്രൈസ് ഗോഡ്, ഒരു വ്യക്തിയെ തേടിപ്പോകാം. ഹല്ലേലൂയ. ക്രിസ്തുവേശുവിൽ ഇരിക്കേണ്ടതിൻ്റെ ആവശ്യമെന്നാണ്. ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മുടെ സ്വന്തമാക്കുക. ഹല്ലേലൂയ. ഇനി മാത്രമല്ല, അത് പറഞ്ഞു പോയാൽ ഒത്തിരി പറയാനുണ്ട്. അങ്ങോട്ടേക്ക് ഞാൻ സമയങ്ങൾ പോട്ടെ. ഒരു കാര്യം കൂടെ പറയാം. സ്വത്രം. യേശുവിനെ കാണിച്ചു കൊടുക്കുവാൻ വേണ്ടി ചുമ്മനം കൊടുത്ത് കാണിച്ചു കൊടുക്കാൻ എഗ്രിമെന്റ് 30 വെള്ളിക്കാശ് മേടിച്ചതായ യൂദയെ ചുംബിച്ചപ്പോൾ സ്വത്രം മത്തായിയുടെ സുവിശേഷത്തിലെ സ്നേഹിത എന്ന് പറയുന്നു, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ യൂദ എന്ന് പറയുന്നു. സ്നേഹിത ചുംബനത്താലാണോ കാണിച്ചു കൊടുക്കേണ്ടത്? പ്രൈസ് ഗോഡ്. യേശുവിൻ്റെ ഭാവം എന്താണ്? തന്നെ ക്രൂശിൽ തറച്ചു കൊല്ലുവാൻ പീലാത്തോസിന്റെ കൽത്തളത്തിൽ അടിച്ച് തകർക്കുവാൻ 22ാം സങ്കീർത്തനത്തിൽ പറഞ്ഞതുപോലെ അസ്ഥികളെല്ലാം എണ്ണത്തക്ക നിലയിൽ, മാംസങ്ങൾ ചിതറിപ്പോകത്തക്ക നിലയിൽ ചാട്ടവാറൽ അടിച്ച് തകർക്കുവാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തതായ യൂദയോട് പറയാണ്, സ്നേഹിത. യേശുവിൻ്റെ ഭാവം എന്താണ്? അബ്രഹാമിൻ്റെ ഭാവം എന്തായിരുന്നു? തൻ്റെ കൂടെ വന്ന ലോത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഉൽപ്പത്തി 13-ാം അധ്യായത്തിലെ ഇടയന്മാരിൽ പ്രശ്നം ഉണ്ടായതേ ഉള്ളൂ. പ്രശ്നം ഉണ്ടായ പറഞ്ഞു, നാം സഹോദരങ്ങളാണ്. പ്രശ്നം വരുമ്പോൾ സഹോദരൻ എന്നുള്ള മനോഭാവം വിടാത്തവർ എത്ര പേരുണ്ട്? അതിന് നമ്മൾ തയ്യാറാകാൻ. പ്രശ്നം വരുമ്പോൾ സഹോദരൻ എന്നുള്ളതായ ബന്ധത്തെ വിച്ഛേദിക്കാതെ വണ്ണം നിലനിൽക്കുന്ന ക്രിസ്തുവേശുവിലെ ഭാവമാണ്. പ്രൈസ് ഗോഡ്. അവനോട് ചോദിക്കുകയാണ്,
നിസ്നേഹിത ചുംബനത്താൽ ഇതാ ക്രിസ്തുവിൽ ഇരുന്നാൽ ഈ സ്വഭാവത്തിലേക്ക് നമുക്കും മാറാൻ കഴിയും. എന്നാൽ ക്രൂശിൽ കിടക്കുമ്പോൾ സകലതും നിവൃത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് യേശു എന്ത് പറയുന്നു? പിതാവേ, ഇവർ ചെയ്യുന്ന ഇന്നെന്നറിയായുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. ക്രിസ്തുവിൽ ഇരുന്നാൽ, യേശുവിനെ മനസ്സിലാക്കിയാൽ നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയും, കർത്താവേ ഇവരോട് ഇത് ഓർക്കരുതേ. പ്രൈസ് ഗോഡ്. സഹോദര, മനോഭാവം എന്താണ്? സഹോദരി, മനോഭാവം എന്താണ്? അമ്മയോട് വലിയ കാര്യം, അമ്മായിമ്മയോട് എങ്ങനെ കാര്യം? പ്രൈസ് ഗോഡ്. പിന്നെ ആണെങ്കിൽ പിന്നെ അത്രയും പ്രശ്നമില്ല. സ്വത്തം പിന്നെ സ്വത്തിൻ്റെ കാര്യത്തിൽ പോകുമ്പോൾ എനിക്കറിയത്തില്ല. ബന്ധുക്കോസുകാരും സ്വത്തെ ചോദിക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത്. സ്വത്രം ശരി, മുൻപോട്ട് നീങ്ങട്ടെ. ഇവിടെ ക്രിസ്തുവിലൊന്നിരിക്കുക, അവനെ ഒന്നറിയുക. ഇനിയും ആ 10-ാം വാക്യം ഒന്ന് വായിച്ചേ. അതിൻ്റെ ആദ്യത്തെ ഭാഗം നമുക്കിങ്ങനെയാണ്: അവനിൽ ഇരിക്കേണ്ടതിനും അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട്. അപ്പം യേശുക്രിസ്തുവിൻ്റെ മരണത്തോടൊന്ന് അനുരൂപപ്പെടുക പൗലോസിൻ്റെ താല്പര്യം. എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? യേശുവിൻ്റെ മരണത്തെ അനുരൂപപ്പെട്ട് ഞാൻ മരിച്ചെന്നർത്ഥം. മരിച്ചെന്നർത്ഥം എന്ന് പറഞ്ഞാൽ പിന്നെ ആ പഴയ മനുഷ്യനെ ഒരിക്കലും ഉയർന്നു പൊങ്ങാതെ വണ്ണം സ്നാനപ്പെട്ടപ്പോൾ വെള്ളത്തിൽ താഴ്ത്തിക്കളഞ്ഞു. ഞാൻ ആത്മാർത്ഥമായി ചോദിക്കട്ടെ, പഴയ മനുഷ്യനെല്ലാം രാഗമുഖത്തോട് ഉരിഞ്ഞു കളഞ്ഞോ? പഴയ മനുഷ്യനെല്ലാം ഉരിഞ്ഞു കളഞ്ഞോ? പഴയ സ്വഭാവങ്ങൾ, കോപം, ക്രോധം, ശാഠ്യം, ദുന്നപക്ഷം, ഭിന്നത, അസൂയ, പക, പിണക്കം, ജാരശങ്ക, സ്വത്രം പൂർണ്ണമായിട്ടില്ലെന്ന് പറയാൻ പറ്റുമോ? ഇല്ല എങ്കിൽ ക്രിസ്തുവിൽ നമുക്കൊന്നിരിക്കാം. പ്രൈസ് ഗോഡ്. ക്രിസ്തുവിൽ ഒന്നിരിക്കാം. ക്രിസ്തുവിൽ ഇരുന്നാൽ, യേശുവിനെ യഥാർത്ഥമായെന്ന് കണ്ടു കഴിഞ്ഞാൽ, യേശുവിനെ യഥാർത്ഥമായെന്ന് മനസ്സിലാക്കിയാൽ, ഗുരു എങ്ങനോ തഥാ ശിഷ്യൻ, ആ ശിഷ്യൻ അതേ നിലയിൽ കടന്നു പോകാൻ കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ്റെ മരണത്തോടൊന്ന് അനുരൂപപ്പെടുക എന്ന് പറഞ്ഞാൽ, ഗലാത്യയിലെ 2-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ ഇനി വായിച്ചാട്ടെ പ്ലീസ്. ഗലാത്യർ 2:20. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ. പറയാൻ കഴിയുമോ? ഇനിയും ജീവിച്ചത് ഞാൻ സ്നാനപ്പെട്ടതിന് ശേഷം, അല്ലെങ്കിൽ രക്ഷയുടെ സന്തോഷം അനുഭവിച്ചതിന് ശേഷം ഞാനല്ല, എന്നിൽ വസിച്ചത് ക്രിസ്തുവായിരുന്നു. ക്രിസ്തുവിന്റെ ഭാവമാണ് വെളിപ്പെടുത്തിയത്. ഹല്ലേലൂയ. ഇവിടെ പറയാണ്, അതാണ് ക്രിസ്തുവിനോടുകൂടെ മരിച്ച് അടക്കപ്പെടുക. സ്തോത്രം. അതിനെക്കുറിച്ചാണല്ലോ ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിലെ ഗലാത്യ ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുന്നത്, ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കുക. ജഡത്തിന് ചില രാഗമുണ്ട്, ജഡത്തിനുള്ള മോഹമുണ്ട്. അതിൻ്റെ രാഗമോഹത്തോടുകൂടെ ക്രൂശിക്കുക. രാഗമോഹത്തോടെ ക്രൂശിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും പിന്നെ ജഡം ഉയരത്തില്ല. ജഡം ഉയർന്നിട്ടില്ലെന്ന് പറയാൻ എത്ര പേർ കഴിയും? ആരും കൈപോക്കണ്ട. പ്രൈസ് ഗോഡ്. സ്തോത്രം. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ പറയുന്നു, ജഡമോഹം, ജഡത്തിൻ്റെ പ്രവൃത്തി ദൈവത്തിൻ്റെ പ്രവൃത്തിയോട് ശത്രുത്വമാണ്. അതൊന്ന് വായിച്ചാട്ടെ പ്ലീസ്. റോമർ 8:8 ജഡത്തിൻ്റെ പ്രവൃത്തി ദൈവത്തിൻ്റെ പ്രവൃത്തിയോട് ശത്രുത്വം. അപ്പൊ ക്രിസ്തുവിലൊന്നിരുന്നു കഴിഞ്ഞാൽ എന്റെ ജഡത്തെ രാഗമോഹത്തോടെ ക്രൂശിക്കും. അതേ സമയത്ത് ആത്മസ്വഭാവത്താൽ ഞാൻ നിറയപ്പെടും. എന്താണ് ആത്മസ്വഭാവം? ഇതേ ഗലാത്യർ 5-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ പറയുന്നു, സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രജയം. പ്രൈസ് ഗോഡ്. ക്രിസ്തുവിൽ ഇരുന്ന് കഴിയുമ്പോൾ, ഞാനും കൊച്ചിലെ ആളിത്ര ഉള്ളിലും സംഗതി ഇച്ചിരി കാന്താരിയായിരുന്നു. കാരണം സാധാരണ അങ്ങനെ വലിയ വേല പറഞ്ഞാൽ ആരെയും വകവച്ചിട്ടില്ല. പ്രൈസ് ഗോഡ്. പിന്നെ ആരെയും തല്ലാനൊന്നും പോയിട്ടില്ല, വഴക്കിനൊന്നും പോയിട്ടില്ല, വഴക്കുണ്ടാക്കിയിട്ടുമില്ല. പിന്നെ ആരെങ്കിലും വഴക്കിന് വന്നിട്ടുണ്ടെങ്കിൽ രണ്ടുപേരോട് പറഞ്ഞിട്ടുണ്ട്, മാറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. ഒരു പ്രാവശ്യം ഒരച്ഛനെ സ്നാനപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ടൊരു അജാന ബാഹുവായ ഒരു മർത്തോമാകാരനെ തല്ലാൻ വന്നു. ഉപദേശിയെ
ഉപദേശിയാണ് അച്ഛനെ സ്നാനപ്പെടുത്തിയത്. ഞാൻ പറഞ്ഞില്ലല്ലോ. ഈ അന്ന് സഞ്ചിയാ, ഈ ഓപ്പറേഷൻ മൊബിലൈസേഷൻകാരുടെ സഞ്ചി ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ആ സഞ്ചിയാ ഇന്ന് തൊട്ട് വേദവസം പോക്കറ്റ് ഇട്ട് നടക്കണം. ഉപദേശിയെ ഈ സഞ്ചി ഇട്ട് പൊക്കണോണ്ട് നടന്നാൽ പോരാ, അനാവശ്യം പറഞ്ഞു നടന്നാൽ ശരീരം കേടുവരും. ഞാൻ പറഞ്ഞു മര്യാദയ്ക്ക് വർത്താനം പറയണേ. ഈ നമ്മുടെ ലീഡ് ചെയ്ത ദേവദാസൻ്റെ അത്രയും ഉണ്ടാ പുള്ളി. എന്നിട്ട് ഞാൻ പറയും മര്യാദയ്ക്ക് വർത്താനം പറയണമെന്ന് പറഞ്ഞ് ഞാൻ സ്പീഡിൽ പോയി. കാരണം ഇവ കൈ നീട്ടിയാൽ ഞാൻ പിടിച്ചാൽ സംഗതി പോകുന്നു. അപ്പോൾ അവൻ്റെ കയ്യിൽ നിന്നെല്ലാം കിട്ടിയത്, അത് കിട്ടാതിരിക്കാൻ ഞാൻ സ്പീഡിൽ നടന്നു. കുറേ കഴിഞ്ഞപ്പോൾ തിരിഞ്ഞു നോക്കിയപ്പോൾ വരുന്നില്ല. സ്വത്രം അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ പറഞ്ഞ് കാര്യമുണ്ടായി. 1 മാസം കഴിഞ്ഞ ഉടനെ ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് കോലഞ്ചേരി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിട്ട് 2 മാസം കഴിഞ്ഞപ്പോൾ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ലീഡ് ചെയ്ത് ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ വ്യക്തി വന്ന് മുട്ടുകുത്തി പ്രേക്ഷയോടെ. എന്നിട്ട് വീട്ടിൽ വിളിച്ച് ഒരു ഓഫറിങ് തന്നു. സ്വത്രം മാത്രമല്ല ക്ഷമയും ചോദിച്ചു പരസ്യമായിട്ട്. ക്രിസ്തുവിലൊന്ന് ഇരിക്കണമെന്നേ. കാരണം ക്രിസ്തുവിലിരിക്കണം എന്ന് പറഞ്ഞാൽ എല്ലാവരും നമ്മുടെ തലയിൽ കയറി മുട്ടയടിച്ചിട്ട് പോകാനൊന്നും അനുവദിക്കേണ്ട കാര്യമില്ല. തെറ്റെന്ന് പറയണം. സ്വത്രം യേശു എന്താ ഹെരോദനോട് പറഞ്ഞ് അതാ അവൻ ആ കുറുക്കനോട് എന്ന് പറയാനാ പറഞ്ഞ പ്രൈസ് ഗോഡ്. അതുകൊണ്ട് കുറുക്കനെന്ന് ആരെയും വിളിക്കൊന്നും വേണ്ട. പക്ഷേങ്കിലേ സ്വത്രം നമുക്ക് ന്യായമായി പറയാം, ന്യായമായി സംസാരിക്കാം, ക്രിസ്തുവിലൊന്നിരിക്കാം, ക്രിസ്തുവിനെ ഒന്നറിയാം. പ്രൈസ് ഗോഡ്. ശരി, അവൻ്റെ ക്രൂശിലെ മരണത്തോടൊന്ന് അനുരൂപമാകണമെന്ന് അല്ല. ഈ ഫിലിപ്പി ലേഖനം പൗലോസ് എന്നെഴുത് AD 64 എഴുതിയെന്നാണ് ചരിത്രം പറയുന്നത്. പ്രൈസ് ഗോഡ്. AD 64 എഴുതിയെങ്കിലും ഈ ഫിലിപ്പിയ സഭ താൻ ഉരുവാക്കിയത് അപ്പോസ്തലർ 16-ാം അധ്യായത്തിൽ തന്റെ 2ാമത്തെ മിഷണറി യാത്രയിലാണ്. അതിനുശേഷമാണ് ഇവർക്ക് ഈ ലേഖനം എഴുതുന്നത്. ലേഖനം എഴുതുന്നതിന് പൗലോസ് എന്തുമാത്രം ത്യാഗം സഹിച്ചു. അല്ല, അപ്പോസ്തലർ 14-ാം അധ്യായം എടുത്ത് നോക്കി. അവിടെ ലുസ്ത്രയിൽ താൻ പെട്ട അനുഭവം എന്താണ്? അവർ കല്ലെറിഞ്ഞു, അവൻ താഴെ വീണു. അവന്റെ ശിഷ്യന്മാർ അവനെ വലിച്ചുകൊണ്ട് പട്ടണത്തിന് പുറത്തേക്ക് കൊണ്ടുവന്ന് വലിച്ചഴിച്ചു. എന്നിട്ട് പട്ടിയെ വലിക്കുന്ന പോലെ വലിച്ചു. എന്നിട്ട് സ്വത്രം ശിഷ്യന്മാര് ചുറ്റി നിന്നും കുറെ കഴിഞ്ഞപ്പം പൗലോസ് എഴുന്നേറ്റ് നടന്നുപോയി. 14-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം വായിക്കുമ്പോൾ പിന്നത്തെ അത്രോവാസിൽ പോയി അങ്ങനെ പോയെന്ന് പറഞ്ഞു. ഇത്ര അനുഭവിച്ച പൗലോസാണ് പറയുന്നത് അവന്റെ കഷ്ടാനുഭവങ്ങളുടെ എനിക്കൊന്ന് അനുഭവിച്ചെന്നറിയണം. സുവിശേഷവേല കഷ്ടമനുഭവിക്കാൻ ഏത് ദൈവദാസൻ തയ്യാറായോ ആ ദൈവദാസൻ്റെ ശുശ്രൂഷയിൽ വിജയമുണ്ട്. 15 വർഷം നടന്ന് ഹവായി ചെരുപ്പ്, ഞാൻ ഷൂസും കോട്ടുമൊക്കെ ഇട്ടിട്ട് ഊട്ടി ജീവിച്ച ബിസിനസ്സുകാരനായിരുന്നു. കർത്താവിൻ്റെ വേലയ്ക്ക് വന്നു. ഷൂസ് തേഞ്ഞു പോയി, മേടിക്കാൻ പൈസയില്ല. ഹവായി ചെരുപ്പ് മേടിച്ചു. ഹവായി ചെരുപ്പ് പൊട്ടിക്കഴിഞ്ഞപ്പോൾ തയ്ച്ചിട്ടിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. 15 വർഷം. മൈ പ്രൊബേഷൻ പീരീഡ് ഈസ് 15 years. I was completed my probation period successfully. Praise God. അന്നും പുറവൃത്തില്ല. കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങിയപ്പോൾ ഒരു തീരുമാനം എടുത്തു. പുറവസ്ത്രങ്ങൾ അകവസ്ത്രമായാലും പ്രസംഗിച്ച് കിട്ടുന്ന കാശിൽ വാങ്ങത്തില്ല. ഇന്ന് വരെ മേടിച്ചിട്ടില്ല. ലക്ഷങ്ങൾ പ്രസംഗിച്ച് കിട്ടുന്നുണ്ട്, മേടിച്ചിട്ടില്ല. പ്രൈസ് ഗോഡ്. ദൈവം എനിക്ക് തരണം. എൻ്റെ വൈറ്റ് ഷർട്ടെല്ലാം ഇതിപ്പം മോൻ മേടിച്ചു തന്ന 6 ജുബ അമേരിക്കയിൽ പോകുമ്പോൾ പടയൊന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. 93 ആദ്യം ഗൾഫിൽ പോകുമ്പം ഒരു സഹോദരൻ ഒരു ജുബയും ഒരു ഷർട്ടും ഒരു പാൻറ് മേടിച്ചു തന്നു. ബാക്കിയെല്ലാം പഴയതായിരുന്നു. തുണി പഴകുമ്പോൾ ഭാര്യ പറയും, സ്റ്റേജിൽ നിൽക്കണ്ടല്ലേ, ഒരു തുണി മേടിച്ചൂടെ? മേടിക്കത്തില്ല. അവൾ എന്ന് പറഞ്ഞോ അന്ന് വൈകിട്ട് ഒരു ഷർട്ട് വരും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അവനിൽ ഒന്നിരിക്കണം, അവന്റെ കഷ്ടാനുഭവങ്ങളെ അനുഭവിച്ചറിയണം. പ്രൈസ് ഗോഡ്. അതിന് അടുത്തത് ഇനി ഫിലിപ്പി ലേഖനം 3:10 വായിച്ചേ. അവനെയും അവന്റെ പുനരുദ്ധാനത്തിന്റെയും ശക്തിയെയും. അപ്പം യേശുവിന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തി എന്താണ്? യേശുവിന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തി അപ്പോസ്തലർ 2-ാം അധ്യായത്തില് പത്രോസ് 11 പേരോട് നിൽക്കുമ്പോൾ പത്രോസിന്റെ പ്രസംഗത്തിൽ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ക്രൂശിച്ചവനും പിതാവായ ദൈവം ഉയർപ്പിച്ചവനും ഞങ്ങൾ സാക്ഷികളാണ്. പത്രോസ് ശതാധിപനെ ഭയപ്പെടുന്നില്ല, റോമൻ പൗരന്മാരെ ഭയപ്പെടുന്നില്ല, യഹൂദ പ്രമാണങ്ങളെ ഭയപ്പെടുന്നില്ല, പുരോഹിതന്മാരെ ഭയപ്പെടുന്നില്ല, ക്രിസ്തുവിനെ ഉയർത്തുന്നു. ഇതാണ് പുനരുദ്ധാനത്തിന്റെ ശക്തി. ഹല്ലേലൂയ. അപ്പോൾ 5-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ടല്ലോ, പത്രോസ് യോഹന്നാനും അവിടെ ശതാധിപൻ അവിടെ ന്യായാധിപ സംഘത്തിൽ പറയുന്നു, ദൈവത്തെക്കാൾ അധികം ദൈവത്തെ അനുസരിക്കേണ്ടതല്ലേ വിഹിതമെന്ന്. പ്രൈസ്. ഒരു കാലത്ത് ഒരു പെങ്കൊച്ചിന് മുമ്പിൽ പേടിച്ച് പെങ്കൊച്ചിന് മുമ്പിൽ തള്ളിപ്പറഞ്ഞ പത്രോസ്
ചേവകന്റെ മുമ്പിൽ തള്ളിപ്പറഞ്ഞ പത്രോസ്, സമൂഹത്തിൽ തള്ളിപ്പറഞ്ഞ പത്രോസിനോട് പറയാണ്. 5:19 പ്ലീസ് ഒന്ന് വായിച്ചേ. അപ്പോസ്തലപ്രവൃത്തി. ഹല്ലേലൂയ. രാത്രിയിലോ കർത്താവിന്റെ ദൂതൻ കാരാഗൃഹവാതിൽ തുറന്ന് അവനെ പുറത്തു കൊണ്ടുവന്നു. നിങ്ങൾ ദേവാലയത്തിൽ ചെന്ന് ഈ ജീവന്റെ വചനമെല്ലാം ജനത്തോട് പ്രസ്താവിപ്പീൻ എന്ന് പറഞ്ഞു. 5:19 അവര് ചേവകന്മാരുടെ മുമ്പിൽ നിന്നായ പദം. പ്രൈസ് ഗോഡ്. ഓക്കെ, അതിന്റെ താഴത്തെ വാക്യമാണത്. ഇനി ആ വാക്യം ഇതാ. ചേവകൻ ചെന്നപ്പോൾ അവനെ കാരാഗൃഹത്തിൽ കാണാതെ മടങ്ങി വന്നു. കാരാഗൃഹം നല്ല സൂക്ഷ്മത്തോടെ കൂട്ടിയിരിക്കുന്നതും അതിന്റെ താഴെ പത്രോസ് ചോദിക്കുന്നുണ്ട്. 19 വാക്യം. സോറി, 29 വാക്യം. അതിന് പത്രോസും ശേഷം അപ്പോസ്തലന്മാരും മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടതാകുന്നു. മതി. ഇതാണ് ഉയർപ്പിന്റെ ശക്തി. ആലയത്തിന്റെ ഉള്ളിൽ തുള്ളിച്ചാടുന്നല്ല ഉയർപ്പിന്റെ ശക്തി. നാം സന്ദർശിക്കുന്ന ജനത്തോട് യേശുവിനെ പറയുന്നതാണ് ഉയർപ്പിന്റെ ശക്തി. സുവിശേഷം മടികൂടാതെ പറവാനുള്ള ചങ്കൂറ്റമുണ്ടോ? അതാണ് ഉയർപ്പിന്റെ ശക്തി. പ്രൈസ് ദി ലോർഡ്. പൗലോസ് രാജാക്കന്മാരോട് ഭയപ്പെട്ടില്ല. അഗ്രിപ്പാ രാജാവേ, സുവിശേഷ ദർശനത്തിന് വിരോധമായി ഞാനൊന്നും ചെയ്തില്ല എന്ന് ചങ്കൂറ്റത്തോട് പറയുന്നത് സുവിശേഷത്തിന്റെ ശക്തി. പ്രൈസ് ഗോഡ്. സുവിശേഷത്തിന്റെ ശക്തി. അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായത്തിൽ പൗലോസ് സന്ദർശിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ 16-ാം വാക്യത്തിലെ അനനിയാസ് ഒന്ന് പ്രാർത്ഥിച്ചു. 20-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്. സ്തോത്രം. പൗലോസ് ശക്തിയോട് യേശു തന്നെ കർത്താവെന്ന് പ്രസംഗിച്ചു. സുവിശേഷത്തിൻ്റെ ഉയർപ്പിൻ്റെ ശക്തി. അതിൻ്റെ 22-ാം വാക്യത്തിൽ പൗലോസ് ഇങ്ങനെ പറയാണ്, അവൻ അതിശക്തിയോടെ യേശു തന്നെ കർത്താവെന്ന് പ്രസംഗിച്ചു. എന്താണെന്ന്? സുവിശേഷത്തിന് ശക്തി ഹാളിൻ്റെ ഉള്ളിൽ പ്രസംഗിക്കുകയല്ല, ഹാളിൻ്റെ പുറത്തു പോയി പ്രസംഗിക്കാൻ ചിലപ്പോൾ ഇവിടുത്തെ നിയമങ്ങൾ അനുവദിക്കുന്നതിൽ നമുക്ക് സാധിക്കത്തില്ലെങ്കിലും നമ്മളാൽ ഏതെല്ലാം നിലയിൽ ഈ പുനരുദ്ധാന ശക്തി വെളിപ്പെടുത്തി കാണുവാൻ സാധിക്കുമെന്ന് നമ്മൾ പരിശ്രമിക്കുമോ, നമ്മുടെ കർത്താവ് നമുക്ക് സഹായമായിരിക്കണം. അപ്പം ഇവിടെ 10-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു സ്തോത്രം പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും. പിന്നെ 11-ാം വാക്യത്തിലെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയൊന്ന് അനുഭവിച്ചറിയണം. കഷ്ടാനുഭവം അറിഞ്ഞാൽ പോരാ, യേശുവിനോട് കൂട്ടായ്മ ഒന്ന് അനുഭവിച്ചറിയണം. ഞങ്ങളുടെ ഒരു ചർച്ചുണ്ട് ആറാട്ടുപാറ. നിങ്ങൾ വന്നാൽ ഞാൻ അവിടെ കൊണ്ടുപോകാം. പ്രൈസ് ഗോഡ്. അവിടെ ഒരു പിശാചിനെ ആദ്യം ഇറക്കി കഴിഞ്ഞപ്പോഴാണ് അടുത്ത വേലയുടെ വാതിൽ തുറന്നത്. 2-ാമത്തെ പ്രാവശ്യം ചെന്നപ്പോൾ സിലോൺ റിപ്പാറ്റേഴ്സാണ്. ഗൂഡല്ലൂർ 16 കിലോമീറ്റർ രാവിലെ നടന്ന് വന്ന് പിന്നെ ബസ് കയറി പിടിച്ച് മത്തി മേടിച്ച് കറി വെച്ചു. ഇപ്പം പാസ്റ്റർ മലയാളിയാണ്, അതുകൊണ്ട് മീൻകറി വേണം. മത്തി മേടിച്ച് എങ്ങനെയാ മീൻകറി വെച്ചെന്നറിയാമോ? സോപ്പിട്ട് കഴുകി കറി വെച്ചു. സ്തോത്രം. എന്നിട്ട് ചോറിൻ്റെ മണ്ടയിൽ ഒരു 5-8 മത്തി അങ്ങോട്ട് വിളമ്പി വെച്ചു. അവിടെ തമിഴ്നാട്ടിലെ അന്നത്തെ അവിടെ കൾച്ചറാണ്. ചോറിന് പുറത്ത് ആണ്. ഞാൻ നോക്കിയപ്പം ചെതുമ്പലെല്ലാം അങ്ങനെ ഇരിക്കുന്നു. ഈ നഖം കൊണ്ട് ചെതുമ്പലെല്ലാം നീക്കി 2 മീൻ കഷ്ടപ്പെട്ട് കഴിക്കാൻ തീരുമാനിച്ചു. ഇല്ലെങ്കിൽ ഇവർ ഇത്രയും കഷ്ടപ്പെട്ടിന് വിലയില്ലാതായി പോകുമല്ലോ. ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ ഛർദ്ദിക്കരുത്, ഉളുമ്പിൻ്റെ നാറ്റമുണ്ട്, ഛർദ്ദിക്കരുത്. അവർ കേൾക്കാതെ പ്രാർത്ഥിച്ച് ചെതുമ്പിൽ കൊണ്ട് കൈ കൊണ്ട് നഖം കൊണ്ട് ചെതുമ്പ് മാറ്റി 2 മീൻ തിന്നു. അയ്യാ എപ്പടി ഇരിക്കുന്നത്? ഞാൻ പറഞ്ഞു ரொம்ப நல்லா இருக்குது, വളരെ നന്നായിട്ടുണ്ട്. സ്തോത്രം. കഷ്ടാനുഭവങ്ങളൊന്ന് അനുഭവിച്ചറിയാ. ഗൾഫിൽ നിന്നൊക്കെ വാ, ഞങ്ങളെ സ്ഥലം ഒന്ന് കാണിച്ചു തരാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. വണ്ടിയെ കൊണ്ടുവിടാം, അവിടെ വേണേ പിന്നെ നടക്കണം. ഹല്ലേലൂയ. വണ്ടിയെ കൊണ്ട് ഇന്ന് പോകാനുള്ള ഒരു കാലത്ത് നടന്നെന്ന് പറഞ്ഞില്ലേ, പിന്നെ ഇപ്പോൾ വണ്ടികളാണ്. ഇപ്പം വണ്ടിയിലാണ് യാത്ര ചെയ്യുന്നത്. നന്മയുടെ പുറകെ പോകേണ്ട കാര്യമില്ല. കർത്താവിനെ അന്വേഷിച്ചറിയാൻ ദൈവത്തിന്റെ വചനം പറയുന്നു, അല്ലേ? ദൈവത്തിൽ തെറ്റ്, നന്മയും കരുണയും നിന്റെ ആയുഷ്കാലം ഒക്കെയും നിന്നെ പിന്തുടരുന്നുള്ള വാക്ക് തെറ്റായി മാറും. ഒരിക്കലും ദൈവജനം തെറ്റല്ല, തെറ്റാക്കാൻ കഴിയത്തില്ല. വള്ളിക്കും പുള്ളിക്കും മാറ്റം വരത്തില്ല. നന്മയും കരുണയും നിന്റെ ആയുഷ്കാലം ഒക്കെയും നിന്നെ പിന്തുടരും. ഹല്ലേലൂയ. സ്തോത്രം. എനിക്ക് കണ്ണിന് കാഴ്ചയില്ല. ഇനി എത്ര മിനിറ്റ് ഉണ്ട് പക്ഷേ? ഉണ്ടല്ലോ അല്ലേ? 4:50 അല്ല?
ഓക്കെ ഓക്കെ 10 മിനിറ്റോട് വചനം ശരിയാണ്. അപ്പോൾ ഇവിടെ ഞാൻ 77 ഏജ് യങ്ങാണ്, പക്ഷേങ്കിൽ എൻ്റെ ഭാര്യ 75 വയസ്സ് ഓൾഡാണ്. അതുകൊണ്ട് നിങ്ങൾ ഇറങ്ങുമ്പോഴും മുമ്പോഴൊക്കെ അവളൊന്ന് ഹെൽപ്പ് ചെയ്തോണം. ഞാനെങ്ങാ അവക്കൊന്നു പൗലോസിന് കർത്താവോ എനിക്ക് തുണ. ശരി പോകട്ടെ. ഇവിടെ കാണുന്നു, ഞാൻ 45 വർഷമായി മരുന്ന് ഉപയോഗിച്ചാൽ പ്രശംസയ്ക്ക് പറഞ്ഞല്ല. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകുന്നു. അപ്പോൾ പിന്നെ മരുന്നെടുക്കുന്നു. അതേ ഉണ്ടെങ്കിൽ മരുന്ന് പാവുന്നില്ല. അവൾക്ക് പ്രഷറും ഷുഗറിൻ്റെ ഒക്കെ മരുന്ന് ഇന്ത്യയിൽ നിന്ന് മേടിച്ച് അമേരിക്ക കൊണ്ട് ഇപ്പോൾ തിരിച്ചുവിടെയും കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം മരുന്നടിക്കാൻ തെറ്റില്ല, പാവമൊന്നുമല്ല. അവൾക്ക് 2 കണ്ണ് ഓപ്പറേഷൻ ചെയ്താ. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഈ എളിയവൻ്റെ പ്രാർത്ഥന കേട്ട് രോഗികൾ സൗഖ്യമാകുന്നു ഭൂതം. അപ്പം ഞാൻ മരുന്നെടുത്താൽ ഇതിനെന്താ അർത്ഥം? അതുകൊണ്ട് ദൈവദാസന്മാർ മരുന്നെടുത്തിട്ട് പ്രാർത്ഥിക്കരുതെന്ന് ഞാൻ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. എൻ്റെ ഒരു പോളിസിയിലേക്ക് വന്നു, അതുകൊണ്ട് എടുക്കുന്നത്. അതുകൊണ്ട് ഈ കണ്ണ് കാണാത്ത ഈ ടാബ് അമേരിക്ക ചെന്നപ്പോൾ മോൻ സെറ്റ് ചെയ്ത് തന്നാ, വായിക്കാൻ പ്രയാസമായതുകൊണ്ട്. പിന്നെ ഒരു ശസ്ത്രക്രിയ ചെയ്ത് കണ്ണാടി വെച്ച് ജീവിക്കുന്നതിനെക്കാട്ടുന്നല്ലേ ഏലിയ പറഞ്ഞല്ലോ, മതി കർത്താവേ മതി, ഇനിയൊന്നും ചേരാലോ. സ്തോത്രം. ആ ഒരു ചിന്താഗതിയിൽ പ്രാർത്ഥിക്കും. നിങ്ങൾ ഓർക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കാം. ശരി, ഇവിടെ കഷ്ടാനുഭവങ്ങളെ അനുഭവിച്ചറിയുക. 11-ാം വാക്യത്തിലെ സ്തോത്രം, ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ച് അവന്റെ നിമിത്തമെല്ലാം ഛേദമെന്നുള്ളു. വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം. പ്രൈസ് ഗോഡ്. എന്ന് പറഞ്ഞാൽ മരിച്ചവരുടെ നിന്നുള്ള ഉയർപ്പുണ്ടാകണം. പ്രൈസ് ഗോഡ്. അല്പം വിശുദ്ധിക്ക് പ്രമാണത്തിന് തെറ്റിപ്പോയാൽ ഉയർപ്പിൻ്റെ സമയത്ത് മധ്യാകാശത്തിലേക്ക് ഉയർക്കത്തില്ല, ന്യായവിധിക്കാരി ഉയർക്കുക. ഭയത്തോട് പ്രവാസകാലം കഴിപ്പീൻ, ഭയത്തോട് പ്രവാസകാലം കഴിപ്പീൻ. ഇവിടെ പൗലോസ് പറയാണ്, സ്തോത്രം, വല്ല വിധേനയും പുനരുത്ഥാനത്തിൻ്റെ ശക്തി എനിക്കെന്ന് പ്രാപിക്കണം. എന്നിട്ട് അവസാനം പറയാണ്, അത് നിമിത്തം ഞാൻ എല്ലാം ഉപേക്ഷിച്ച് ചവറന്നിണ്ണുന്നു. സഹോദര ചോദിക്കട്ടെ, ക്രിസ്തു നിമിത്തം എന്തുപേക്ഷിപ്പാൻ കഴിഞ്ഞു? സഹോദരി ചോദിക്കട്ടെ, ക്രിസ്തു നിമിത്തം എന്തുപേക്ഷിപ്പാൻ കഴിഞ്ഞു? ഇവിടെ പൗലോസ് പറയാണ്, അതുകൊണ്ട് ഞാൻ ക്രിസ്തു നിമിത്തം സകലതും ഉപേക്ഷിച്ച്. എന്നിട്ട് പറയാണ് ചവറന്നിണ്ണുന്നു. ചവറ് എവിടെ ഇടുന്നത്? വേസ്റ്റ് കൊട്ടയിലാണ് ഇടുന്നത് ചവറ്. നമ്മുടെ നാട്ടിൽ ചവറെന്ന് പറയുന്നത് തെങ്ങിനും ഇടുന്ന തോലിനാണ് ചവറെന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ വേസ്റ്റായി മാറുന്നു. നോക്കിയ പൗലോസിൻ്റെ ചിന്താഗതി. അതുകൊണ്ടാണ് ഫിലിപ്പിൽ 3-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ പറയുന്നു, എനിക്ക് ലാഭമായിരുന്നൊക്കെയും ഛേദമെന്നുണ്ടി. ലാഭമായിരുന്നൊക്കെ. അതിൻ്റെ 14-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ, ഞാൻ കൺക്ലൂഷൻ ചെയ്യാം. പ്രൈസ് ഗോഡ്. 14-ാം, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്ന് മുൻപിലുള്ള ആഞ്ഞം കൊണ്ട് പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. ഇന്ന് രാത്രി, ഇന്ന് സായന്ന വേളയിലെ വാത്സല്യമുള്ള ദൈവസഭയെ, ക്രിസ്തുവേശുവിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടാൻ നമുക്ക്. ഹല്ലേലൂയ. ലക്ഷ്യം തെറ്റരുത്. ലാക്കിലേക്ക് ഓടുമ്പോൾ നമ്മുടെ ദർശനം തെറ്റിപ്പോകരുത്. പ്രൈസ് ഗോഡ്. ലാക്കിലേക്ക് നമുക്കൊന്ന് ഓടാം. പ്രൈസ് ഗോഡ്. അങ്ങനെയാണെങ്കിൽ കർത്താവ് ഏത് സമയത്ത് വന്നാലും നാം നിത്യയുടെ തുറമുഖത്ത് എത്താൻ യോഗ്യരായി മാറും. 7 കാര്യങ്ങൾ ആ 2 അധ്യായത്തിലുണ്ടല്ലോ. ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, സമയങ്ങൾ പോയതുകൊണ്ട്. നമ്മുടെ ചിന്താഗതി ഇതായിത്തീരട്ടെ. വല്ല വിധേനയും കറപറ്റാതവണ്ണം നിത്യയുടെ തുറമുഖത്തെത്തുവാൻ ജീവിത വിശുദ്ധി പ്രമാണിച്ചുകൊണ്ട്, വിശുദ്ധി, വിശ്വസ്തത, പരമാർത്ഥ ഹൃദയത്തോടുകൂടെ നാം നിന്നാൽ തീർച്ചയായിട്ടും നിത്യതയിലേക്ക് നാം കാണാം. നമ്മുടെ കണ്ണുകളടയ്ക്കാം ഒരു നിമിഷം. സ്തോത്രം. കണ്ണുകളടച്ചുകൊണ്ട് എത്രത്തോളം ഈ 2 വചനത്തിന് മുമ്പിൽ നാം ശരിയായിരുന്നു, നാം ശരിയായി ആകുവാൻ തയ്യാറാകുന്നു. ഇല്ല എങ്കിൽ ഇന്ന് രാത്രികാലം ഈ സായന്നവേളയിൽ നാം ശരിയാക്കുവാനായിട്ട് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. പാരമ്പര്യമായ അനുഭവങ്ങൾ ധാരാളം ഉണ്ടാകാം, പാരമ്പര്യമായ നന്മകൾ ധാരാളം ചെയ്തിട്ടുണ്ടാകാം. എങ്കിലും ഈ 7 കാര്യം ഈ 2 വാക്യത്തിന് അടിസ്ഥാനം ചെയ്യുവാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞോ? ഇല്ല എങ്കിൽ എന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. പ്രാർത്ഥന കഴിഞ്ഞ് അവസാനം രോഗികളുണ്ടെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാം. കർത്താവ് സൗഖ്യമാകുക. ദൈവദാസന്മാരായി ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കും.
ദൈവം നിങ്ങളെ സൗഖ്യം ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കർത്താവിൻ്റെ വചനം പറഞ്ഞ് രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കാം, രോഗികളെ സൗഖ്യമാക്കുക, ഭൂതങ്ങളെ പുറത്താക്കുക, ശിഷ്യന്മാർക്ക് കൊടുത്ത അധികാരമാണത്. അതുകൊണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കാൻ, കർത്താവ് നിങ്ങളെ സൗഖ്യമാകും. കർത്തൃമേശം അതിന് ശേഷമായിട്ട് കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഒരു നിമിഷം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. എത്ര പേര് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണ്? പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിലായിരിക്കും. കർത്താവേ, ഒരു പ്രാവശ്യം കൂടെ എന്നെ ഇതിനെ ഏൽപ്പിച്ചു തരുന്നു എന്ന് എത്ര പേര് പറയും? അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങളുടെ വലങ്കരങ്ങളെ ഉയർത്തുക. ഹല്ലേലൂയ. ഷബലറ ഹദലറബ ശംബരവ ഹബ്ദറ റൗഡല ദിരന്തര. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, പൗലോസ് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ ഫിലിപ്പി സഭയ്ക്ക് കൊടുത്തായ ആലോചന ഇന്ന് സായനോട് ഞങ്ങളും ഏറ്റെടുത്തിരിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ അത് സ്വന്തമാക്കി തരുമാറാകണമേ. കാരണം വല്ലവിധേനയും മരിച്ചവരുടെ നിന്നുള്ള ഉയർപ്പ് ഞങ്ങൾക്ക് ആവശ്യമാണ്. ഞങ്ങൾ പിടിച്ചുവെന്നല്ല, പിടിക്കാമോ എന്ന് വെച്ചുകൊണ്ട് ഓടുവാൻ, ലാക്കിലേക്ക് ഓടുവാൻ ഈ പ്രിയപ്പെട്ടവരെ സഹായിക്കുമാറാകണേ. പ്രസംഗിച്ച് അടിയനെയും സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവസഭയ്ക്കാട് സ്തോത്രം. യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.